ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ചില വാഹനങ്ങളിലെങ്കിലും ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീല്, നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സ്റ്റിയറിംഗ് വീല് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷൻ, അതായത് ഇങ്ങനെ പൊങ്ങാൻ താഴെ പോലെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ശരിക്കും ആ ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് നമുക്കത് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഡിസ്കംഫോർട്ടായിട്ട് തന്നെ നമുക്കത് കുറച്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഡിസ്ക് തന്നെയാണ്. അതായത് ബ്രേക്കിൻ്റെ അവിടെ വരുന്ന ഡിസ്ക്, അതായത് നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്ക് പിടിക്കുന്ന ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഡിസ്കിന് എന്തെങ്കിലും രീതിക്ക് തുരുമ്പോ അല്ലെങ്കിൽ അതിനകത്ത് അണ്ണീവനായിട്ടുള്ള വേറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തീർന്ന് കുറേ കിലോമീറ്റേഴ്സൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അണ്ണീവനായിട്ടുള്ള വേർ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് തേയ്മാനം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെറിയ മുഴപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പം ബെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ വരാം. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ റോട്ടറും ശരിക്കും നമ്മുടെ ടയറും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ആ വൈബ്രേഷൻ ശരിക്കും ടയർ വഴി സ്റ്റിയറിംഗ് ബോക്സിലോട്ട് നമുക്ക് സ്റ്റിയറിംഗ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നതാണ്. അത് മെയിൻ കാര്യം, അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ആമുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ബുഷോ അല്ലെങ്കിൽ സസ്പെൻഷൻ അത് വരുന്ന ബോൾ ജോയിൻറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഇളക്കം സംഭവിക്കുക. അന്നേരം ബ്രേക്ക് ചവിട്ടുമ്പോൾ എങ്ങനെ ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ, ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രിക്ഷനാണ് ഉണ്ടാകുന്നത്. അതായത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു പിടുത്തം വരും. അതായത് ടയറിനും ആ ഒരു ഉൾപ്പെടെയുള്ള പിടുത്തം നമ്മുടെ ബ്രേക്ക് റോട്ടറിൽ നിന്നും ആ ബ്രേക്ക് ഡിസ്കിലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഒരു പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിടുത്തം വരുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ നോർമലായിട്ട് ഉണ്ടാകും. അങ്ങനെ ആ സസ്പെൻഷനോ കാര്യങ്ങളൊക്കെ ബോൾ ജോയിൻ്റോ വല്ലതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന വൈബ്രേഷൻ നമ്മുടെ ഷോക്കിലോട്ടും നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിലോട്ടും നമുക്ക് നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് സ്റ്റിയറിംഗിൽ അതും ഫീൽ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കാലിപ്പർ പിൻ, അതായത് ബ്രേക്ക് പാഡുകളിൽ പിടിക്കുന്ന ഒരു കാലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ കാലിപ്പറിനകത്ത് 2 പിന്നാണ് വരുന്നത്. ഈ പിൻ അടുക്കും തോറുമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പിടുത്തം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മുടെ ബ്രേക്കിൻ്റെ കാലിപ്പർ പിന്നൊക്കെ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ച് നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും, നമ്മുടെ വാഹനം ഒരു സൈഡിലോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് വലിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം ഒരു സൈഡിലോട്ട് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കാലിപ്പർ പിന്നിന് സ്റ്റക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പ്രോബ്ലം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള ഉറപ്പായിട്ട് നിങ്ങൾ അതും നോക്കുക. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വൈബ്രേഷൻ മാത്രമല്ല ഒരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ ഒരു കാരണം വരാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടല്ലോ, അതായത് വീൽ അലൈൻമെൻറ്റ് നല്ല രീതിക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം ഒരു സൈഡിലോട്ട് വലിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവിംഗ് ടൈമിലും അറിയാൻ പറ്റില്ലെന്നല്ല, പക്ഷേ ബ്രേക്കിങ്ങിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ സാധിക്കും. ഇനി ബോൾ ജോയിൻറ്റോ ടൈറോഡെൻറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ലൂസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് അതിൻ്റെ ഇളക്കം അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ശരിക്കും നമുക്ക് സ്റ്റിയറിംഗിലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ്, വീൽ ബാലൻസിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെയിം ഒരു പ്രോബ്ലം കാണിക്കുക. അത് കൂടുതലും നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അതായത് അത്യാവശ്യം നല്ല സ്പീഡിൽ, ഏകദേശം ഒരു 50+ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് മൊത്തത്തിലൊരു വൈബ്രേഷൻ, അതായത് വാഹനം ഫുള്ളായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിലും നമുക്ക് ആ ഫീൽ, അതായത് ആ ഒരു വൈബ്രേഷൻ ഫീൽ നന്നായിട്ട് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ബാലൻസിങ് പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ, അതായത് വെയിറ്റ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ, അൺഈവനായിട്ടുള്ള വേർ സംഭവിക്കുന്ന സമയത്ത് ബാലൻസിങ്ങിന് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ബാലൻസിങ് പ്രോപ്പർ അല്ലാതെ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ പറഞ്ഞിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ശരിക്കും നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നന്നായിട്ട് അറിയാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രോബ്ലംസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മതി നമുക്ക് വേറെ എന്തെങ്കിലും മേജർ പ്രശ്നം ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. കാരണം വേറെ പ്രശ്നങ്ങൾ വരാം. നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഷോക്കിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഷോക്കിൻ്റെ എന്തെങ്കിലും നല്ല രീതിക്ക് ഇളക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും മേജറായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതല്ല പ്രോബ്ലം എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക.